നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. പൊട്ടിത്തെറിച്ച് സെൻകുമാർ. പോലീസ് ആസ്ഥാനത്ത് വീണ്ടും പൊട്ടിത്തെറി. ടി ബ്രാഞ്ചിലെ ഫയൽ കൈമാറ്റം സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിക്ക് രഹസ്യ റിപ്പോർട്ട് നൽകിയ ടോമിൻ തച്ചങ്കരിക്ക് താക്കീതുമായി ടി സെൻകുമാർ. പോലീസ് ആസ്ഥാനത്തെ രഹസ്യ വിഭാഗത്തിൽ നിന്ന് തച്ചങ്കരി കേസ് റിപ്പോർട്ടുകൾ ചോർത്തി. ADGPക്കെതിരായ ആരോപണം ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ. പോലീസ് മേധാവി കയ്യേറ്റം ചെയ്തെന്ന തച്ചങ്കരിയുടെ ആരോപണത്തിലും വിശദീകരണം നൽകി സെൻകുമാർ. ADGPയെ കയ്യേറ്റം ചെയ്തിട്ടില്ല, പോലീസിന്റെ അച്ചടക്കം ലംഘിച്ചതിന് താക്കീത് ചെയ്യുകയാണുണ്ടായതെന്നും സംസ്ഥാന പോലീസ് മേധാവി. പേഴ്സണൽ സ്റ്റാഫ് അനിൽകുമാറിന്റെ സ്ഥലമാറ്റ വിഷയത്തിൽ സെൻകുമാറിന് സർക്കാർ ശക്തമായ താക്കീത് നൽകിയത് ഇന്നലെ. സ്ഥലമാറ്റം ഉടനടി നടപ്പാക്കി റിപ്പോർട്ട് നൽകാനായിരുന്നു ഉത്തരവ്. ഇതനുസരിച്ച് പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് രാത്രി തന്നെ മടക്കി അയച്ച അനിൽകുമാറിനോട് സിറ്റി പോലീസ് കമ്മീഷണർ മുമ്പാകെ ഹാജരാകാനും നിർദ്ദേശം. ബാറിൽ തീർപ്പാക്കി കോടതി. ദേശീയപാതയോരത്തെ മദ്യശാലകൾ തുറക്കരുതെന്ന് ഹൈക്കോടതി. സംശയം നിലനിന്ന കണ്ണൂർ കുറ്റിപ്പുറം പാത ദേശീയപാത തന്നെയെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചിരുന്നു. 13 ബാറുകൾ തുറന്നത് ദൗർഭാഗ്യകരം. സുപ്രീംകോടതി വിധി ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും ബാർ കേസിലെ പുനഃപരിശോധനാ ഹർജി തീർപ്പാക്കി ഹൈക്കോടതി. മദ്യശാലകൾ തുറന്നതിൽ പൊതുമരാമത്ത് വകുപ്പിനെ പഴിച്ചാരി എക്സൈസ് വകുപ്പ് ഹൈക്കോടതിയിൽ. കണ്ണൂർ കുറ്റിപ്പുറം പാത ദേശീയപാതയിൽ വരുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചിരുന്നില്ലെന്ന് ആരോപണം. ബാറുകൾ തുറന്നത് ഈ അവ്യക്തത കാരണമെന്നും പൂട്ടിയ മദ്യശാലകൾ അടയ്ക്കുമെന്നും വിശദീകരണം. സംഭവത്തിൽ എക്സൈസ് വകുപ്പിനെ തള്ളി പൊതുമരാമത്ത് വകുപ്പ്. കണ്ണൂർ കുറ്റിപ്പുറം പാത ദേശീയപാത തന്നെ, ഇക്കാര്യത്തിൽ എക്സൈസ് വകുപ്പിന് സംശയം വരേണ്ടതില്ല. 2017 ജനുവരി മുതലുള്ള കണക്കുകൾ പ്രകാരം ഈ പാതകൾ അറ്റകുറ്റപ്പണികൾക്കായി സംസ്ഥാന സർക്കാരിന് കൈമാറിയതെന്നും പൊതുമരാമത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സത്യവാങ്മൂലം. മെട്രോമാൻ പുറത്ത്. കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിൽ നിന്ന് പ്രമുഖരെ ഒഴിവാക്കിയ സംഭവത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തയച്ച മുഖ്യമന്ത്രി പിണറായി. ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെയും ഇ ശ്രീധരനെയും ഉൾപ്പെടുത്തണമെന്ന് ആവശ്യം. സ്ഥലം MLA PT തോമസിനെ ക്ഷണിക്കണമെന്നും കത്തിൽ പിണറായി. അതേസമയം KMRL സമർപ്പിച്ച പട്ടിക വെട്ടിച്ചുരുക്കിയത് SBG സുരക്ഷാ ചർച്ചകൾക്ക് ശേഷമെന്ന് ഔദ്യോഗിക വിശദീകരണം. പ്രധാനമന്ത്രിക്കും പ്രമുഖ വ്യക്തികൾക്കും പുറമെ ഉദ്ഘാടന വേദിയിൽ ഇടം പിടിച്ചവരുടെ പട്ടികയിൽ കൊച്ചി മേയർ സൗമിനി ജെയിൻ, ഗതാഗത മന്ത്രി തോമസ് ചാണ്ടി, KV തോമസ് MP എന്നിവരും. അതിനിടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണമില്ലാത്തതിനാൽ പരാതിയില്ലെന്ന് ഇ ശ്രീധരൻ. അസ്വാഭാവികതയില്ലാത്ത നടപടി അംഗീകരിക്കുന്നുവെന്നും വിശദീകരണം. പിള്ളയ്ക്ക് കുരുക്കുമുറുക്കി. ശ്രീവത്സം ഗ്രൂപ്പിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഗ്രൂപ്പ് ഉടമ MKR പിള്ളയെ ഗതാഗത കൺസൾട്ടന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി നാഗാലാൻഡ് പോലീസ്. നടപടി ശ്രീവത്സം പിള്ളയ്ക്കെതിരായ കേസ് ദേശീയ മാധ്യമങ്ങളടക്കം ഏറ്റെടുത്ത സാഹചര്യത്തിൽ. ആരോപണം സർക്കാരിന്റെ പ്രതിച്ഛായയിൽ കരിനിഴൽ വീഴ്ത്തിയെന്നും വിലയിരുത്തൽ. പിള്ളയ്ക്കെതിരായ ആരോപണം സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് നാഗാലാൻഡ് പോലീസ്. കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ നടപടിയെടുക്കും. പിള്ളയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ട്രക്ക് പോലീസ് അറിവോടെ കൊണ്ടുപോയതല്ലെന്ന് നാഗാലാൻഡ് DGP LL ഡങ്കൽ. അതേസമയം ട്രക്ക് എത്തിച്ചത് നാഗാലാൻഡ് പോലീസിന്റെ അനുമതിയോടെയെന്ന് ശ്രീവത്സം പിള്ള. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.